3D ആദ്യമായിട്ടാണ് വരുന്നത്. പബ്ലിക്കിന് എങ്ങനെയാണെന്ന് അറിയില്ല. ഈവൻ 3D എങ്ങനെ സക്സസ് ആകുമെന്ന് പോലും നമ്മൾക്കാർക്കും അറിയില്ല. ഇത്രയേറെ എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു ഒന്നും അറിയില്ല. കാരണം അതിന് ടെക്നിക്കൽ ഫെയിലർ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാം. ഇതുവരെയായിട്ട് എത്ര പേര് എഴുതാൻ വേണ്ടി ശ്രമിച്ചു വെച്ചു? 13 പേരായി. അപ്പം ജിജോട് പറഞ്ഞു 14ാമത്തെ ഒരാളിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, നമുക്ക് ചെയ്യാം. ഞാനാണ് കുറേ ഫിലിം കൊണ്ടുവന്നത്. അതെ, ആ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഇതെങ്ങനെയാ സംഭവിക്കുന്നല്ല. ഈ പോളറൈസർ ഫിലിം കുറെ കഴിയുമ്പം അതിൻ്റെ അത് പോളറൈസേഷൻ പോകും. എൻ്റെ അടുത്ത് ഞാൻ ഉപയോഗിച്ച കണ്ണട ഇപ്പോഴും ഉണ്ട്. ഇപ്പം അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ ഡിജിറ്റൽ പ്രൊജക്ഷനിൽ നല്ല ഒരു അസാധ്യത കിട്ടി എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയത് ബൊറോസാണ്. ബൊറോസിൻ്റെ ചില പോർഷൻസൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. 3D എഫക്റ്റ്. PA ബക്ര ഞാൻ കാണുന്നതിന് മുമ്പ് എനിക്ക് മദ്രാസിൽ എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളായിരുന്നു പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ. പഴയ അന്നത്തെ യൂണിറ്റിലൊക്കെ വല്ലാത്തൊരു അടുപ്പാണ്, ഭയങ്കര സ്നേഹവും സൗഹൃദവും. എനിക്ക് ഇന്നും ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റും. ഇന്നത്തെ യങ്സ്റ്റേഴ്സൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ബക്ര നിർബന്ധിച്ചിട്ട് ഞാൻ 2 ഷോട്ട് എടുത്തു. അതിൽ പ്രേം നസീറിൻ്റെ നസീറിൻ്റെ ഒരു ക്ലോസപ്പും ഒരു മിഡ് ഷോട്ടും എടുത്തിരുന്നു ആ പടത്തിൽ. ഞാൻ തന്നെ സ്റ്റാർട്ടും കട്ടൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ അദ്ദേഹം പലേരിയിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല, ചിലപ്പോൾ പുളിശ്ശേരി എന്നൊക്കെയാ പറയാ. ഒരാൾ നമ്മളെ കൈ പിടിക്കുന്നു, നമ്മളെ കൈ പിടിച്ചിട്ട് ഒരു പാലം കടക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്തൊരാൾ 4-5 കൂടെ കടന്നോട്ടെ എന്ന് ചിന്തിക്കുന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ 1 മുതൽ 0 വരെ സിനിമ മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ ഈ മോഹൻ സിത്താര, ജി വേണുഗോപാൽ, ഷാജിയുടെ കൂടെയുള്ള സമയങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുക. ഇതൊക്കെ കിട്ടിയില്ലേ? അപ്പൊ ഇതിനേക്കാളും വലിയ അത്ഭുതം നല്ല സിനിമ എന്നെ സമയത്തോ. ഞാൻ ലാലിന് വായിച്ചു കൊടുക്കുന്ന മഹാറാണി എഴുതിയിട്ടാണ്. ലാല് ഒരു കട്ടിലിൻ്റെ മുകളിൽ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഇരുന്നിട്ട് കട്ടിലിന് മുകളിൽ ഇരുന്നിട്ട് ലാലിങ്ങനെ ചെരിഞ്ഞ് കിടന്നിട്ടൊക്കെയാണ് കേൾക്കുന്നത്. അത് ഞാൻ വായിച്ചതും ലാലിൻ്റെ ത്രില്ല്, അപ്പോഴും ലാലില്ല അതിനകത്ത്. ത്രില്ല് ലാല് ഈ തലയണ എൻ്റെ നേരെ എറിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു എക്സ്പ്രഷൻ. ഞാൻ പറഞ്ഞ ജിജോൻ്റെ എനിക്കുള്ള ഒരു ബന്ധം എന്ന് പറയുന്നതിനും വേറെ ഒരു സൗഹൃദമല്ല, അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. എനിക്ക് വളരെ ഫ്രീ ആയിട്ട് എന്ത് വേണം പറയാം. മനുഷ്യൻ എത്ര വേണം ദേഷ്യപ്പെടാൻ, ചീത്ത വിളിക്കാൻ, ദേഷ്യപ്പെടാൻ.